ഈ സീസണിൻ്റെ കപ്പം പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഒന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന് ബാത്റൂം വരുന്നു എന്ന് പറയുന്ന മനുഷ്യന് ലോക്കൽ അനസ്തേഷ്യ ഒരു ഗ്ലൗസും ടിഷ്യൂ പേപ്പറും കൊടുത്തിട്ട് കളിച്ചോ എന്ന് പറഞ്ഞ് വിടുന്നത്. ജിൻഡോ, ഞങ്ങൾ തരുന്ന മരുന്ന് കഴിച്ചാൽ മതി. ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. സായി എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ കയറി എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ല ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞില്ലേ അവൻ. ഈ ഷെഡ്യൂൾഡ് ഇതിൽ പെടുന്ന ഇവർക്ക് രാത്രി 1 മണിക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ എടുക്കുന്ന ഒരു ഹൈ റിസ്ക് ആണ്. എനിക്കറിയാലോ, ഒരു ഇത്രയും വലിയൊരു കോർപ്പറേറ്റിനെതിരെ വന്നിട്ട് ഒരിക്കലും ഇല്ലാത്ത കഥ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ഗെയിനും ഇല്ല, നേരെ മറിച്ച് എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. ഇതിനൊരു കള്ളൂടിയൻ ആ ഒരു രീതിയിലാണ് വരുന്നത്. അബ്കാരി കിങ് കടയാടി ബേബി വന്ന് ഞാൻ കള്ളുടിയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസിൽ കണ്ടന്റ്സ് ഒക്കെ പുറത്തു വരുമ്പോൾ ചേട്ടൻ്റെ പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ അത് മ്യൂട്ടാക്കി കളയുന്നു, ബാക്കിയുള്ള നെഗറ്റീവായിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ പുറത്തു വിടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? സത്യാവസ്ഥയല്ലേ, സത്യമല്ലേ. ഞാനിട്ടതൊരു വീഡിയോയോട് കൂടെ അല്ലേ. എന്നെക്കുറിച്ച് എന്നോട് ഇപ്പം അർജുൻ്റെ ചേച്ചി അശ്വിനി ചേച്ചി എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ചേച്ചി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചേച്ചി തന്നെ ഇതിനകത്ത് പോയിട്ട് പറഞ്ഞു സിബിൻ്റെയും ശ്രീരേഖയുടെയും സ്കിറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു പറഞ്ഞു. എൻ്റെ പേര് മ്യൂട്ട് ചെയ്തവർ. സിബിൻ എന്ന് പറഞ്ഞത് മ്യൂട്ട് ചെയ്തു, ശ്രീരേഖ ചേച്ചിയുടെ പേര് അവർ പ്ലേ ചെയ്തു. അതുപോലെ എന്നെക്കുറിച്ച് ആ വീട്ടിനകത്ത് ഡിസ്കഷൻസ് നടന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ പുറത്ത് വരുന്ന കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്. അതൊന്നും വെളി കാണിക്കുന്നില്ല. നേരെ മറിച്ച് ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഒരു കട്ടിലിരുന്ന് സപ്രമഞ്ചത്തിരുന്ന് എന്നെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഇതാണ്, അവൻ അത്രക്കാരനാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് പ്ലേ ചെയ്യുന്നു പുറത്തേക്ക്. ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിന് എന്നെക്കുറിച്ച് ഇവർ സംസാരിക്കണം? അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന് പുറത്ത് വിടുന്നു? എസ്പെഷ്യലി എനിക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കി തരാനാണല്ലോ, ബിക്കോസ് അവരുടെ റീച്ച് വലുതാണ്. ഇപ്പം ഈ പറയുന്ന ഒരു ടാസ്കിനിടയ്ക്ക് എൻ്റെ പേര് പറയുന്നു. എൻ്റെ പേര് എന്തിനു പേര് വെറുത്ത് വിടുന്നു? എന്നാൽ നല്ലത് പറയുമ്പോഴും നിങ്ങൾ വിട്ടോ, നല്ലത് പറയുമ്പോൾ എന്തിനാ മ്യൂട്ട് ചെയ്യുന്നത്? അത് ഓബിയസ് അജണ്ടകളുണ്ട്, ഹിഡൻ അജണ്ടാസ് ഉണ്ട് അവർക്ക്. പ്രോപ്പറായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എന്നെക്കുറിച്ചൊരു മോശമായ ഇമേജ് എത്തിക്കുക, അതാണ് അവരുടെ അജണ്ട. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ തീരാൻ പോവാണ്. ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. നേരത്തെ ഔട്ടായിട്ടുള്ള ആളുകളൊക്കെ സിബിൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടാവോന്ന് എനിക്ക് എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് ഇപ്പൊ സിബിൻ ഒരു കള്ളൂടിയൻ ആ ഒരു രീതിയിലാണ് വരുന്നത്. സോഷ്യൽ മീഡിയ ഫുള്ളെന്നല്ല, നമ്മൾ പറയുന്ന ആളെ കൂടെ നോക്കണ്ടേ. ഞാൻ കള്ളൂടിയനാണെന്ന് അബ്കാരി, നമ്മളെ സിനിമയിൽ പറയുന്ന ലേലം സിനിമയിൽ പറയുന്ന അബ്കാരി കിങ് കടയാടി ബേബി വന്ന് ഞാൻ കള്ളുടിയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? പറയുന്ന ആളാരെന്ന് നമ്മൾ നോക്കണ്ടേ. നമ്മൾ ആരാണ് എന്നെക്കുറിച്ച് പറയുന്നത്? എന്ത് അധികാരം, എന്ത് അവകാശമാണ് അവർക്ക് എന്നെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഏത് രീതിയിലാണ് അവർ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്? ഞാൻ കള്ളുടിയനാണെന്ന് പറയുന്നത്, എനിക്ക് വിത്ഡ്രോവൽ സിൻഡ്രം ആണെന്ന് പറയുന്നതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് ഡിഫമേഷൻ പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞില്ല, നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ പട്ടികളൊക്കെ കുരയ്ക്കും. നമ്മൾ കല്ലെറിയാൻ നിന്നാൽ അത് പിന്നെയും കുരയ്ക്കും. അത് കുരച്ചിട്ട് ഒരു വഴിക്ക് പോട്ടെന്ന് വയ്ക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ അവരെയൊന്നും മൈൻഡ് ചെയ്യണ്ട. ഞാൻ എന്താണെന്ന് എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സിബിൻ ചേട്ടന് ഉദ്ദേശിക്കുന്ന ഒരു നീതി നേടുക എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുമ്പോൾ അത് ഏത് രീതിയിലുള്ള, അതിനെന്തൊക്കെ ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിന് കാരണക്കാരായിട്ടുള്ളവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കണം. ഇപ്പം വീഡിയോ കോളിലൂടെ കാണുന്ന ഒരു പേഷ്യൻറ്റിന് ഈ തരത്തിൽ സ്കീസോഫ്രീനിയുടെ മരുന്ന് കൊടുത്ത് കുറ്റകരമാണെങ്കിൽ അയാളെ ശിക്ഷിക്കണം. ആ മരുന്ന് കൊടുക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? അയാളെ ശിക്ഷിക്കണം. ആ പിന്നിലാരാണ്? അത് എവിടെ നിന്ന് കിട്ടി ആ മരുന്ന്? അത് കൊടുത്ത ആളെ ശിക്ഷിക്കണം. ഇതിൽ പല കണ്ടസ്റ്റൻസിനും ഇതേപോലെ മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ കഴിച്ച പല കണ്ടസ്റ്റൻസും തുറന്നു പറച്ചിലുള്ള ഒത്തിരി ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു വരും, ഇനി പുറത്ത് വരും. എനർജി ഡ്രെയിൻ ആയി പോയ കണ്ടസ്റ്റൻസ് ഉണ്ട്. ആദ്യം വന്ന പോലെ അല്ലാതെ എനർജി ഡ്രെയിൻ ആയിട്ട് ഇപ്പം ഷോയിൽ മത്സരിക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ജിൻഡോ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അദ്ദേഹം ഭയങ്കര ആക്റ്റീവായിട്ടും ഭയങ്കര ആരോഗ്യവാനായിട്ടും കളിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ആ ഒരു ആരോഗ്യം കാര്യങ്ങളൊന്നും കാണാനില്ല, ഭയങ്കര ഒരു ക്ഷീണിതനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് ചേട്ടൻ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനും അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ അതിൻ്റെ അവതാരകൻ തന്നെ പറയുന്നു. ജിൻഡോ, ഞങ്ങൾ തരുന്ന മരുന്ന് കഴിച്ചാൽ മതി. ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. അങ്ങനെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അദ്ദേഹം തന്നെ പറഞ്ഞു. ലാൽ സാർ പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ടല്ലേ. സൈക്കാട്രിക് ഡ്രഗ്സ് തന്നെ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള സൈക്കാട്രിക് ഡ്രഗാണ് കൊടുത്തിട്ടുള്ളത്? ഇപ്പം സിബിന് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന സ്കിസോഫ്രീനിയുടെ ആണ്, അതിൻ്റെയാണ്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സ് ആണ് അവിടെ ആൾക്കാർക്ക് കൊടുക്കുന്നതെന്ന്
പ്രോപ്പറായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ല, അവർക്ക് കാണാൻ പറ്റുന്നില്ല, മരുന്ന് മാത്രമാണ്, ഈ ടാബ്ലറ്റ് മാത്രമാണ്. ഇവരൊക്കെ കണ്ണടച്ച് ഇത് കഴിക്കുകയാണ്. വിശ്വാസമാണ്, വിശ്വാസമാണല്ലോ, വലിയ ഷോ ആണല്ലോ ഇവര്. അതിനകത്ത് ട്രസ്റ്റ് കഴിച്ചു പോണതാ. ഇതിനകത്ത് ഒരു 10 കുരങ്ങന്മാരെ പിടിച്ചൊരു വീട്ടിനകത്ത് ഇടുന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പം അതിനകത്ത് ഇവർക്ക് വേണ്ടത് എന്താണ്? കണ്ടന്റാണ് വേണ്ടത്. ഇവരെല്ലാം ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടുമോ? കിട്ടില്ല. അപ്പം ഞാൻ ഒരു കുരങ്ങനെ പിടിക്കുന്നു, ഒരു മരുന്ന് കുത്തിവെക്കുന്നു, ആ കുരങ്ങനപ്പോൾ എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും. ആ കുരങ്ങൻ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അവിടെ കണ്ടന്റ് ഉണ്ടായി. എന്തിനാണ് ഞാൻ ഇതെല്ലാം ചോദ്യങ്ങളാണ്, എല്ലാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇതെല്ലാം ഉന്നയിക്കുന്നത് ചോദ്യങ്ങൾ മാത്രമാണ്. എന്തിനാണ് ഇവരിത് കൊടുത്തത്? എന്തിനാണ് ഇവരിത് കൊടുക്കുന്നത്? പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എന്തിന് ഇവർ മരുന്ന് കൊടുക്കുന്നു? എന്തിന് മെഡിക്കൽ എത്തിക്സ് വയലേറ്റ് ചെയ്യുന്നു? പിന്നെ ഈ കണ്ടന്റ്, ഇപ്പോൾ ഇവർ കണ്ടന്റ് ജനറേറ്റോ, ഈ പറഞ്ഞ പോലെ കുത്തിവെച്ച കുരങ്ങൻ കാണിക്കുന്ന ചേഷ്ടകൾ, ആ ചേഷ്ടകൾ ഒരു ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണല്ലോ. ഈ ഫൂട്ടേജ് കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണമുള്ളത്? ഉണ്ട്. മറ്റൊരു വശമുണ്ട്, ഈ മരുന്ന് ഈ മരുന്ന് കൊടുത്തപ്പോൾ ഇയാൾ എന്തൊക്കെ ചെയ്തു, അത് പുറത്ത് പഠനത്തിന് ഉപയോഗിച്ചൂടെ? അങ്ങനെ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടാവാം, സാധ്യതകളാണ് പറയുന്നത്. അന്വേഷിക്കണം, കൃത്യമായിട്ട് അന്വേഷിക്കണം. കാര്യം ഈ ഷെഡ്യൂൾഡ് ഇതിൽ പെടുന്ന ഡ്രഗ്സ് ഇവർക്ക് രാത്രി 1 മണിക്ക് എവിടെ നിന്ന് കിട്ടി? എവിടെ ഇത് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്ത് അധികാരമുണ്ട് ഈ മരുന്ന് സ്റ്റോക്ക് ചെയ്യാൻ? ഇത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മരുന്നാണ്? ചോദ്യമാണ്. ഇതിനൊക്കെ അവരൊരു കൃത്യമായിട്ട് നമ്മളിൽ തെളിവുണ്ട്. ഇവര് ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഞങ്ങളിൽ തെളിവുണ്ട്. ഇത് എവിടെ നിന്നാണ് വന്നത്, ഇത് എവിടെ നിന്നാണ് വന്നത്, കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. എവിടെ നിന്നാണ് വന്നത്, എവിടെ ഉണ്ടാക്കി, എല്ലാം തെളിവുണ്ട്, തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂജ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് ഔട്ട് ആവുന്നത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായതിന്റെ പേരിലാണ്. അപ്പോൾ അവർ പുറത്ത് വന്നതിന് ശേഷം നിങ്ങൾ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഒരിടയ്ക്ക് ഈ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ മെഡിക്കൽ ടീമോ വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പൂജ പറഞ്ഞിരുന്നോ? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പൂജ തന്നെ പറയും. പക്ഷേ ഞാൻ എൻ്റെ അറിവിൽ നിന്ന് പറയുന്ന, പൂജയായിട്ട് സംസാരിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, പൂജേനെ ഇവർ ഇനിഷ്യലി ഒരു ഡോക്ടർ വന്ന് കാണുന്നു, കണ്ടിട്ട് ഇയാൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങളെല്ലാവരെയും പുറത്താക്കിയിട്ട് ഇവർ ബ്ലൈൻഡ്സ് ഇട്ടു. എന്നിട്ട് വീണ്ടും ഒരു ഡോക്ടർ വന്ന് കണ്ടിട്ട് നേരത്തെ പോയ ഡോക്ടർ തന്നെയാണ് പിന്നെയും വന്ന് കാണുന്നത്. പ്രോപ്പറായിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും അറിയുന്നില്ല എന്നാണ് പൂജയുടെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പൂജയ്ക്ക് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നിട്ട് പൂജയെ പുറത്ത് കൊണ്ടുപോയി സ്ട്രെച്ചറിലാണ് പുറത്ത് കൊണ്ടുവന്നത്. സ്ട്രെച്ചറും ആംബുലൻസ് ഒക്കെ അവിടെ സ്റ്റാൻഡ് ബൈ ഉണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്. എങ്കിൽ പിന്നെ ഇത്ര സമയം എന്തിനാണ് കൊണ്ടുവരാൻ? സ്റ്റാൻഡ് ബൈയിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഇത്ര സമയം അകത്ത് വരാൻ? ഇത്രയും മണിക്കൂർ എന്തിനാണ്? അതിനുശേഷം പൂജയെ പുറത്ത് കൊണ്ടുപോയി പൂജ വാശി പിടിച്ചിട്ടാണ് പൂജയുടെ വീട്ടിൽ അറിയിച്ചത്. അതായത് പൂജയ്ക്ക് ഈ പറയുന്ന ടോയ്ലറ്റിൽ പോകാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരാളുടെ സഹായം വേണം. ഒരു പരിചയമില്ലാത്ത ഒരാളോട് പോകാൻ പറ്റുമോ? അപ്പോൾ അവളത് ശക്തമായിട്ട് പറഞ്ഞു. അത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പൂജയ്ക്ക് റിയാക്ട് ചെയ്യാൻ പറ്റി. നേരെ മറിച്ച് ഇതുപോലൊരു മുറിയാണെങ്കിലും അതിന് മണിക്കൂറുകളോളം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അവിടെ തന്നെ കിടത്തിയിരുന്നു. അതായത് ഇവർക്ക് കണ്ടന്റ് വേണമല്ലോ. അതായത് ഈ പറയുന്ന ഈ ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റ് ഇവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ എല്ലാം കാറ്റിപ്പറത്തി ഇവർ ആ സാധനങ്ങൾ അവർ ഷൂട്ട് ചെയ്ത് അത് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു മെഡിക്കൽ എന്തെങ്കിലും ഒരു ക്യൂർ ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ തിരിച്ചു വിടാനായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അതായിരുന്നു ഒരു ബേസിക്. സായിയോട് എന്താ ചെയ്തേ? സായി പറയണോ അതൊക്കെ? സായി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സായിയോട് എന്താ ചെയ്തേ? സായി എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ കയറി എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ല ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞില്ലേ അവൻ? മെഡിക്കൽ കണ്ടീഷൻ മോശം, എൻ്റെ മെഡിക്കൽ ഭയങ്കര മോശം, എനിക്ക് നടുവേനിക്കുന്നു, അവനിക്ക് ഇന്ന അസുഖമാണ്. അവൻ എന്തോ ഒരു ഗ്ലൗസും ഒരു ടിഷ്യൂ പേപ്പറും കൊടുത്ത് അവനെ കയറ്റി വിടും. ഇത് എവിടെ നടക്കുന്നതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് വരുന്നു എന്ന് പറയുന്ന മനുഷ്യന് ലോക്കൽ അനസ്തേഷ്യ ഒരു ഗ്ലൗസും ടിഷ്യൂ പേപ്പറും കൊടുത്തിട്ട് കളിച്ചോ എന്ന് പറഞ്ഞ് വിടുന്നത്. ഇത് ചുമ്മാ ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണമാണോ ഞാൻ ചോദിക്കുന്നത്? അവൻ പറയണം. അവൻ പുറത്ത്, അവൻ ഓൾറെഡി ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞു, ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് ഇതിനെതിരെ നടപടി എടുക്കാത്തത്? ഇത് ആരും കാണുന്നില്ലേ? പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ? ഒരു മനുഷ്യന് വയ്യാണ്ടായി അയാൾക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ? എന്തെങ്കിലും കൊടുത്തിട്ട് കയറ്റി വിട്ടാൽ മതിയോ? എങ്ങനെ 100 ദിവസം ഞങ്ങൾക്ക് ഈ ഷോ തീർക്കണം? ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുക്കണം. മനുഷ്യന്മാരല്ലേ അതിനകത്തുള്ളതെല്ലാം. ഇവർക്കിപ്പോൾ ഈ ഷോയ്ക്കകത്ത് ഇവർ ഈ പറയുന്ന രീതിയിൽ ഇവർ കാണിക്കുന്ന കണ്ടന്റ് എല്ലാം ഇവർ പുറത്തു വിടുന്നു. ഇവർ ഈ ഷോയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് എന്താണ്? ഈ പറയുന്ന പല കണ്ടസ്റ്റൻസിനെയും വെച്ചിട്ട് ഇവർ അവരുടെ ജീവിതത്തിനെ പറ്റി പറയുന്നു. അവർ അതിനകത്ത് ഉള്ളപ്പോൾ പുറത്തുള്ള ആൾക്കാരെ പറ്റി ഇവർ പരാമർശം നടത്തുന്നു. അപ്പോൾ ഇവരെല്ലാം ഇവരുടെ ജീവിതത്തിനെ ഇത് എന്തുമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് കണ്ടന്റ് മാത്രം മതി. ഇത് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് കാണിക്കണ്ടേ? ഒരാൾ തീരെ വയ്യെന്ന് പറയുമ്പോൾ അയാളെ പുറത്ത് കൊണ്ടുപോകും, അതിനും കണ്ടന്റായിട്ട് ഇവർ യൂസ് ചെയ്യുന്നു. ഒരു ക്രിമിനൽ ഓഫൻസ് അടങ്ങുന്നു, അതും ഷൂട്ട് ചെയ്ത് ഇവർ കണ്ടന്റായിട്ട് യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ വയലേഷനാണ് പ്രോപ്പറായിട്ട്. ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് നടപടി എടുക്കണം.
നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. അന്വേഷണം നടന്ന് ഇത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ അവരെല്ലാം ഈ പറയുന്ന രീതിയിൽ പ്രതികളാക്കി കോടതിയിൽ ഈ സാധനം എത്തിക്കണം. എത്തിച്ചാൽ മാത്രമേ ഇനി ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഫെയർ ആയിട്ട് കണ്ടക്ട് ചെയ്യട്ടെ ഷോ, ആർക്കും ഒരു പ്രശ്നമില്ല. ഫെയർ ആയിട്ട് ഈ പറയുന്ന ഷോ കണ്ടക്ട് ചെയ്തോട്ടെ, ആരും ഇതിനകത്ത് പ്രശ്നം ഉന്നയിക്കത്തില്ല. അപ്പം ഇത് അൺഫെയർ അല്ലേ, ഇത് ഇൻജസ്റ്റിസ് അല്ലേ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ അല്ലേ, ഇത് ഇന്ത്യയിലല്ലേ നടക്കുന്നത്. ഇപ്പോൾ കോൺട്രാക്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണ് എഴുതിയിരുന്നത് ചേട്ടൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കോൺട്രാക്ട് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ ഒരു 19-20 പേജിന് മുകളിലേക്കുണ്ട്. കോർപ്പറേറ്റ് കോൺട്രാക്ട്സ് കണ്ടിട്ടുണ്ടോ? നമ്മൾ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവരുത്. അങ്ങനെയാണ് ഇവർ കോൺട്രാക്ട് ഡിസൈൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പ്രസക്തമായിട്ട് അതിനകത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞ് ഇത്ര മാസം വരെ ഷോയ്ക്കെതിരെ സംസാരിക്കാൻ പാടില്ല. 8 മാസമാണ്. അതായത് അവസാനത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് 8 months വരെ. അവസാനത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് 8 മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീസണിൻ്റെ അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ മുങ്ങും, പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുമായിരിക്കും, നമ്മൾ ചിലപ്പോൾ മറക്കും, അല്ലെങ്കിൽ അതിനിടയ്ക്ക് അവരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങ് മുക്കും. അപ്പോൾ സംസാരിക്കാൻ പാടില്ല, അപ്പോഴേ ഇത്ര ശതമാനം പൈസ റിലീസ് ചെയ്യുള്ളൂ, നമ്മുടെ എമൗണ്ട് ഇത്രയാണ്, ഇന്ന കാര്യങ്ങളാണ് എന്നുള്ള ഒരു പ്രോപ്പർ ആ കോൺട്രാക്റ്റ് വായിച്ച സാധാരണക്കാരെ പേടിച്ചു പോകണം. അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭയക്കുന്നത്. മനസ്സിലാവും, നമുക്ക് തന്നെ സാധാരണ മനുഷ്യന് വായിച്ചാൽ മനസ്സിലാവില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലീഗൽ അഡ്വൈസ് എടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റും. അങ്ങനെ ഒന്നും അന്നേരം ആലോചിച്ചിട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കാണിക്കാനോ അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല? നമ്മൾ ആ സമയത്ത് നമ്മളോട് ഇവരിങ്ങനെ ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ ഭയങ്കര വിശ്വാസത്തോടു കൂടിയല്ലേ കയറി പോണേ ഈ ഷോയിൽ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താണ്, നമ്മൾ എന്തെങ്കിലും അബദ്ധം വായിന്ന് വീണാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻ്റർപ്രറ്റഡ് ആയിപ്പോയാലോ നമുക്ക് പുറത്ത് ഇമേജിനെ എഫക്റ്റ് ചെയ്യും അറിയുന്ന അല്ലാതെ ഇത്തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ മരുന്ന് തന്ന് എൻ്റെ ലൈഫ് എവിടെ പോയി വീണേന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ആ മരുന്ന് അത്രയും കഴിച്ചിട്ട് ഇറങ്ങി വന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്നാൽ ഇവരെ വിശ്വസിച്ച് ഞാൻ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയെങ്കിൽ ഇവർ തിരിച്ച് എന്നെ ഹൗസിനുള്ളിലേക്ക് കയറ്റും. അപ്പോൾ ഈ ക്യാമറയിൽ മുഴുവൻ ആ മരുന്ന് കഴിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണോ അവിടെ കിടന്ന് കാണിക്കുന്നത് അതെല്ലാം കിട്ടും. പിന്നെ എനിക്ക് പുറത്തിറങ്ങിയൊരു ജീവിതം ഉണ്ടോ? എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എന്നെ നല്ല ഗെയിമറെന്ന് വിളിച്ച ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവ എന്ത് മാങ്ങാത്തിലാണ് കാണിക്കുന്നത് പറയൂലേ? അതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇത് ഇപ്പൊ ഇത്രയും കത്തിക്കേറി നിൽക്കുന്ന ഒരു വിഷയം, ഇതിനെതിരെ ഇതിനെതിരെ എന്നല്ല, ലാൽ സാർ എന്തെങ്കിലും ഒരു വിളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായോ? ലാൽ സാറിന്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ എത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം എനിക്ക് അറിയില്ലല്ലോ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നോക്കുന്ന ആളല്ലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. മേ ബി അദ്ദേഹം ഇതൊരു സീരിയസ് പ്രശ്നമാണെന്ന് അദ്ദേഹത്തിനൊരു കൺസേൺ കിട്ടിയ മേ ബി ഹി വിൽ കോൾ മീ. ഇതുവരെയും അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല. അതും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രാക്ടിന്റെ ബേസിലാണെങ്കിലോ അദ്ദേഹമായിട്ടുള്ള എന്തെങ്കിലും. മോഹൻലാലിനെതിരെ കോൺട്രാക്ട് വെച്ച് ഇവർക്ക് പൂട്ടാൻ പറ്റുമോ? മോഹൻലാലാണ്, സിബിനല്ല, അത് മോഹൻലാലാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാലാണ്, ലെഫ്റ്റനന്റ് കേണലാണ്. അദ്ദേഹത്തിനെതിരെ ഇവർ കോൺട്രാക്ട് വെക്കാനാ, അല്ലെങ്കിൽ അത് വെച്ച് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ പറ്റുമോ അവർക്ക്? അല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം. ലാൽ സാർ ഇടപെടുന്നുണ്ട്, ലാൽ സാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, നമുക്കറിയില്ലല്ലോ അവിടെ നിന്ന് നടക്കുന്നത്. ലാൽ സാറ് ഇടപെടും. പുള്ളി ഒരു അൺലോഫുൾ ആക്ട് ആണെങ്കിൽ, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പുള്ളിയുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ അല്ലേ. ഓർഗനൈസേഴ്സിൽ ആരാണിത് ഈ പറയുന്ന അൺലോഫുൾ ആയിട്ടുള്ള ഈ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒഫൻസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മാത്രം മതി. ഇതിപ്പോൾ എല്ലാവരും ഇതിനകത്ത് ലേബിൾ ആവണമെന്നും ഇല്ലല്ലോ. ഇപ്പോൾ ജോലി ചെയ്യുന്ന അദ്ദേഹവും ഇതിനകത്തൊരു ജോലി ചെയ്യുന്നൊരു ആൾ മാത്രമാണ്, അവതാരകനായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. ഇതിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ഷോ ആരാണ് ഇന്ന പോലെ ഇതിന് ഈ സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കാൻ നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ റൂമിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം പൂട്ടിയിടാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്? ആ നിർദ്ദേശത്തിന് അനുസരിച്ച് മാത്രമാണ് ഈ ബാക്കിയുള്ള ആൾക്കാർ. അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ ആരാണ്, അതിന് മെയിൻ ആൾക്കാരെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ആരുടെയായിരുന്നു? അദ്ദേഹമായിട്ടുള്ള ബന്ധം ഇത് വന്ന ഒരാളാണ്. ഞങ്ങളെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ? ഞാൻ അന്ന് അപ്പം കാണിച്ചതന്നെ. ഞാൻ കണ്ടില്ല. അവരുടെ എംപ്ലോയി ആണ്, അവരുടെ സ്റ്റാഫാണ്. അവളുടെ പേര് ജീവ എന്നാണ് പേര്. അയാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു കോടതിയിൽ. എവിടെയുള്ള സ്റ്റാഫ്? എൻ്റെ മോൾ ഷൈൻ്റെ സ്റ്റാഫ്.
തമിഴിലെ സ്റ്റാഫാണ് അല്ലേ? പുള്ളി എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സ്റ്റാഫാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അഖിൽമാരാരുണ്ട്, ബാക്കി ആരൊക്കെ ഉണ്ട് ഇപ്പോൾ സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയാവുന്ന പ്രത്യക്ഷത്തിൽ മാരാറാണ് എന്നെ പ്രത്യക്ഷത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ മീഡിയ ഇൻഡസ്ട്രി അല്ലാത്തവരാണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക എൻ്റെ കരിയറിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിലും ധൈര്യമായി മുന്നോട്ട് പോകുന്നു തന്നെയാണ് പറയുന്നത്. ഇപ്പം പൊതുവേ വന്ന് ജനറൽ ഒരു വേദി വന്ന് എന്നെ എന്നോടുള്ള സപ്പോർട്ട് കാണിച്ചത് അഖിലേട്ടനാണ്. ഈ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, കണ്ടസ്റ്റൻസും ഉണ്ട് അതിനകത്ത്? കണ്ടസ്റ്റൻസ് ഉണ്ട് തീർച്ചയായും. അപ്പൊ അവർ ഈ കോൺട്രാക്ട് പേടിച്ചിട്ടാണ് ഇവർ? 100% ആണല്ലോ. ഇപ്പം എന്നെ ഇന്നലെ ഒരു മത്സരാർത്ഥി വിളിച്ചിരുന്നു പുറത്തിറങ്ങിയ. പുള്ളി എന്നോട് പറഞ്ഞത് എനിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു നീ പറ. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ 8 മാസം കഴിഞ്ഞിട്ട് പറയാം, കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എന്നെ പൂട്ടിയിരിക്കുകയാണ്, നിനക്കറിയാലോ എൻ്റെ വാ മൂടി കെട്ടിയേക്കുവാണ്, അങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പോൾ എനിക്ക് അവരോടൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ജീവിതം നോക്കണമല്ലോ. ഇപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്കെന്ത് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. എനിക്ക് ഇത് ചിലപ്പോൾ എന്നിലൂടെ ഇത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എടുക്കുന്ന ഒരു ഹൈ റിസ്ക് ആണ്. എനിക്കറിയാലോ, ഇത്രയും വലിയൊരു കോർപ്പറേറ്റിനെതിരെ വന്നിട്ട് ഒരിക്കലും ഇല്ലാത്ത കഥ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ഗെയിനും ഇല്ല, നേരെ മറിച്ച് എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. മറ്റ് ചാനലുകളും ചിലപ്പോൾ എന്നെ ഇനി വർക്ക് ചെയ്യാൻ വിളിക്കാതിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ റിയാക്ട് ചെയ്യുന്ന ആളാണ്, അവനെ വിളിക്കണ്ട എന്ന് പറയാം, എന്നെ മാറ്റി നിർത്താം, സിനിമയിൽ നിന്ന് അവസരങ്ങൾ നഷ്ടപ്പെടാം. ഞാൻ സിനിമയുടെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം. എൻ്റെ എനിക്ക് ഒരു വർക്ക് എൻ്റെ പേര് പോസ്റ്ററിൽ വെച്ചില്ല. ഇതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അടുത്ത പോസ്റ്റർ റിലീസ് ചെയ്യും. ഞാൻ പടത്തിൻ്റെ പേരൊന്നും പറയില്ല, ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ്. എൻ്റെ പേരില്ല പോസ്റ്ററിൽ. ഞാൻ ചോദിച്ചു എൻ്റെ പേര് വയ്ക്കാത്തതെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് പ്രഷറുണ്ട്, എൻ്റെ പേര് വെക്കാൻ പറ്റില്ലടാ, സോറി. ഇവിടെ നിന്നുള്ള പ്രഷർ അവിടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിട്ടും ഇവർക്ക് ഫിലിം ഇൻഡസ്ട്രി ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവർ സിനിമകളൊക്കെ വാങ്ങുന്നതല്ലേ, സാറ്റലൈറ്റ്. തീർച്ചയായിട്ടും ആ പേരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എൻ്റെ പേരും വെച്ചിട്ടില്ല. എനിക്ക് മുന്നിലേക്ക് എനിക്കറിയില്ല എന്താ. മുന്നിലേക്ക് പേടിക്കുന്നില്ല. ഞാൻ ജീവിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പട്ടിണി കിടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ഞാൻ ജീവിക്കും. എനിക്ക് ആ വിൽ പവർ ഉണ്ട്. ഇപ്പോൾ 8 മാസത്തിന് ശേഷം മാത്രമാണല്ലോ ആ ഷോയിനെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. ഇപ്പം അത് വയലേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും നിയമ നടപടി ചാനലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അതിനകത്തൊരു ക്രിമിനൽ ഒഫൻസ് ആണ് നടന്നിരിക്കുന്നത്. ഒരാളെ കൊണ്ട് റോങ്ഫുള്ളി കൺഫൈൻ ചെയ്തു, സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തു. അതിനെതിരെയാണ് ഇദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു ലോഫുള്ളായിട്ടൊരു കോൺട്രാക്ട് വെക്കുന്നു, അവിടെ ലോഫുള്ളായിട്ടുള്ളൊരു ആക്ട് മാത്രം നടന്നെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ്, അത് നമുക്കും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അൺലോഫുൾ ആയിട്ടുള്ള ആക്ടാണ് നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ ഒഫൻസ് ആണ് നടന്നിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ഇവർക്കെതിരെയെല്ലാം നടപടി എടുക്കണം. ഇദ്ദേഹത്തിന് ആരെ അധികാരം കൊടുത്ത് പൂട്ടിയിടാൻ വേണ്ടിയിട്ട്? അവിടുത്തെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി? അപ്പോൾ ക്ലിയർ ആണ്. ആദ്യം സമയത്തിനൊന്നും തന്നില്ല. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഇവരോട്, എനിക്ക് പേയ്മെൻറ്റ് വേണം, ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ സർജറിയുമായിട്ട് ആവശ്യപ്പെട്ട് കാശിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രോസസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് സ്റ്റോൾ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെയുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഈ ആദ്യത്തെ പേയ്മെൻറ്റ് പോയി കിട്ടിയെന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും പ്രോസസ്സിങ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം ഇവരുടെ വെൻഡറാണല്ലോ, അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് തരുന്നത് സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ അത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഓഫേഴ്സ് ഉണ്ട് വർക്ക് ചെയ്യാൻ വെളിയിൽ, ഞാനത് ചെയ്യാൻ പോവുകയാണ്, ഇൻ്റർവ്യൂസിനൊക്കെ വിളിക്കുന്നുണ്ട്, ഞാനത് ചെയ്യും, എനിക്ക് ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാലും നോക്കട്ടെ, ഇൻ്റർവ്യൂ കൊടുക്കണ്ട, ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഒരു ഇമെയിൽ അയച്ചു ഇവർക്ക്, ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ഒഫീഷ്യലി അയച്ചതിൻ്റെ പേരിൽ ഇവരെനിക്ക് ഒരു പേയ്മെൻ്റ് അല്ല, ഇവരെനിക്ക് 2 പേയ്മെൻറ്റ് തന്നു. അതായത് ഞാൻ അർഹിക്കുന്നതിൽ ഡബിൾ പേയ്മെൻറ്റാണ് എനിക്ക് തന്നത്. പുറത്ത് ഇനി സംസാരിക്കണ്ട, അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് പേയ്മെൻറ്റ് തന്നത്. ഞാൻ ആ അർഹത ഇല്ലാത്ത പേയ്മെൻറ്റ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ആവശ്യമില്ല, ഞാൻ ജോലി ചെയ്തതിൻ്റെ കാശ് എനിക്ക് മതി. പക്ഷെ അവർ അയച്ചു, അത് അവിടെ കിടപ്പുണ്ട്, തൊട്ടിട്ടില്ല, അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതിന് തിരിച്ചെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ബിസിനസ് ഹെഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായി. എൻ്റെ മെസ്സേജിന് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല, എൻ്റെ ഫോൺ കോൾസ് അദ്ദേഹം എടുക്കുന്നില്ല. എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുവരെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ അൺലോഫുൾ പരിപാടികളൊക്കെ ആണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലേക്കുള്ളൊരു എക്സ്പ്ലോഷനിലേക്ക് ഇത് എത്തില്ലായിരുന്നു. ഞാൻ പൊതുവേദി പറയില്ല എന്നല്ല, പൊതുവേദി പറയും, പരാതിയുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും, പക്ഷെ ഒരു എക്സ്പ്ലോസീവ് ലെവലിലേക്ക് ഇത് പോവില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് ഇപ്പോൾ ജാസ്മിനാണ് കപ്പടിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സിബിചേട്ടൻ്റെ ഉള്ളിൽ ആരാണ് വിന്നറാവുക എന്നുള്ളതാണ്? ആര് വേണോ വിന്നറാവട്ടെ,
എനിക്കതിലൊരു അഭിപ്രായവും ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടണമെന്ന്. കാര്യം ഞാൻ ഇന്ത്യക്കാരനാണ്. ഇത് ആര് കപ്പടിച്ചിട്ടും കാര്യമില്ലാത്തൊരു സാഹചര്യമല്ലേ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾക്ക് ഇപ്പം ഇപ്പം നിങ്ങൾ രണ്ട് ആങ്കേഴ്സ് തമ്മിലൊരു മത്സരം നടക്കും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന രണ്ടുപേർ തമ്മിൽ മത്സരം നടക്കുന്നു. രണ്ടുപേർക്കും നൃത്തം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നൃത്തം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ആ കഴിവിനൊന്നും ഒരു വാല്യൂയും കൊടുക്കാത്ത ജഡ്ജസാണ് ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? ഇല്ലേ? ജഡ്ജിങ്ങിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയല്ലേ ഇപ്പോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണ്, ജിൻഡു ചേട്ടനുണ്ട് അവിടെ, അർജുൻ ഉണ്ട് അവിടെ, ഈ പറയുന്ന ഈ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ, അൻസിബ, അങ്ങനെ ഒത്തിരി നല്ല മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. വിന്നിങ് മെറ്റീരിയലായിട്ടുള്ള മത്സരാർത്ഥികൾ, ഈ സീസണിനെ സംബന്ധിച്ചിടത്തോളം വിന്നിങ് മെറ്റീരിയലായിട്ടുള്ള മത്സരാർത്ഥികൾ. അവർക്കൊന്നും ഒരു പരിഗണനയും കൊടുക്കാതെ, അവരുടെ കണ്ടൻറ്റ് പുറത്ത് വിടാതെ, അവരെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കോർണർ ചെയ്ത് അടച്ചു മൂടിയിട്ട് അവർക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ കണ്ടൻറ്റ് മാത്രം പുറത്ത് കൊടുത്ത് അങ്ങനെ രീതിയിൽ ഈ ഷോ പോർട്ടർ ചെയ്യണം. അപ്പം ആര് വിന്നറായിട്ട് എന്ത് കാര്യം? ഈ സീസണിൻ്റെ കപ്പും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഒന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതാണ്. പറ്റുമോ ഒരാൾക്ക്? യെസ്, ഐ ആം ദ വിന്നർ ഓഫ് സീസൺ 6 എന്ന് പറഞ്ഞാൽ അഭിമാനത്തോട് തലയുയർത്തി നിൽക്കാൻ പറ്റുമോ? അതിനുള്ള കണ്ടന്റുകൾ അതിനകത്തുണ്ട്. അങ്ങനത്തെ ഒരു ഗെയിമാണോ ഈ പ്രശ്നം നടന്നത്? ഇപ്പം ഭയങ്കര അടിപൊളിയായിട്ട് പ്ലേ ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞാൽ വിന്നിങ് അവിടെ നിൽക്കട്ടെ, നന്നായിട്ട് പ്ലേ ചെയ്യുന്നത് വണ്ടർഫുൾ ഗെയിമർ ഫോർ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡു ചേട്ടൻ നല്ല ഗെയിമറാണ്. അദ്ദേഹമാണ് ആക്ച്വലി ഒരു ഗെയിമർ. ഇപ്പോൾ ഉള്ളതിലൊരു ഗെയിം എന്നുള്ളൊരു പരിപാടിയിൽ ചില ആൾക്കാരിപ്പോൾ ഉണ്ട്. ഞാൻ പറയാം, അഭിഷേക് ഫിസിക്കലി സ്ട്രോങ് ആണ്, ടാസ്കിനെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നു. അർജുനാണെങ്കിൽ അതുപോലെ തന്നെ ഫിസിക്കലാണ്, പറയുന്ന പേഴ്സണാലിറ്റി പരിപാടികളിലൊക്കെ അവൻ സൂപ്പറാണ്. പിന്നെ അവൻ ഈ പറയുന്ന വൺ ഇറ്റ് കംസ് ടു ഈ പറയുന്ന എന്താ പറയുക, ഈ ആർഗ്യുമെൻറ്റ് പരിപാടികളൊക്കെ വരുമ്പോൾ അവനൊന്ന് ബാക്ക് അടിച്ചു പോകുന്നു. പക്ഷേ ജിൻഡോ ചേട്ടൻ്റെ കഴിവിൽ നിന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് അയാൾ പെർഫോം ചെയ്യുന്നത്. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ വയ്യായെങ്കിൽ അയാൾ ഓടി നടന്ന് പണിയെടുക്കുകയാണ്. അയാൾക്ക് സംസാരിക്കാൻ ഇവർ പലരും അയാളുടെ ഭാഷേനെ കളിയാക്കിയിട്ടുണ്ട്, അയാൾ സംസാരിക്കുന്ന രീതിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അയാൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഒരാൾ തിരുത്തുകയാണ്. ചേതോ വികാരത്തിന് അദ്ദേഹം ചേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തി, ചേതോ വികാരമാണ് അന്ന ചേതോ വികാരം എന്ന് പറഞ്ഞാൽ തിരുത്തിയിട്ട് ഒരു നാണോ ഇല്ലാതെ, ഒരു നാണക്കേടും ഫീൽ ചെയ്യാതെ പുള്ളിക്കാരൻ അത് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കേണ്ട രീതിയിൽ, സംസാരിക്കേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്. സോ ഫോർ മീ ആസ് എ ഗെയിമർ ഇപ്പം അതിനകത്ത് വൃത്തിയായിട്ട് പണിയെടുക്കുന്നത് ജിൻഡോ ചേട്ടനാണ് ഡിസർവിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും വിവാദങ്ങളിലൊക്കെ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫുള്ള് ഇപ്പൊ സിബിൻ ചേട്ടൻ്റെ പുറകെയാണ്. അപ്പോൾ എന്തായാലും ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കുറഞ്ഞു തുടങ്ങും, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടോ? ഞാൻ പറയട്ടെ, അങ്ങനെ ആയിരിക്കും ഇപ്പൊ ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെതിരെ നിൽക്കുന്ന ആളുകളൊക്കെ. നമ്മുടെ കയ്യിൽ കലയുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ പെർഫോമൻസിൽ അല്ലെങ്കിൽ എൻ്റെ കഴിവിൽ വിശ്വാസമുള്ളവർ എന്നെ വിളിക്കുന്നത് തന്നെയാണ് എൻ്റെ ഉറപ്പ്. ഇവർക്ക് ജീവിതകാലം മുഴുവൻ ഇപ്പം എന്നെ ആരാണോ എന്നെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നത്, അവർ ജീവിതകാലം മുഴുവൻ അത് ശ്രമിക്കേണ്ടി വരും. കാര്യം ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാൻ തിരിച്ചു വരാൻ നോക്കും. ഇവർ ഇന്ന് എന്നെ ചവിട്ട് ചെയ്യാൻ നാളെ രാവിലെ എണീറ്റ് ഞാൻ രാവിലെ വീണ്ടും ഫൈറ്റ് ചെയ്യും. അപ്പോഴവർ രാവിലെ എണീറ്റ് എന്നെ വീണ്ടും എന്നെ ചവിട്ടാൻ വരണം. അങ്ങനെ അവരുടെ ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി അവർ ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ അവർക്ക് ചവിട്ടാം. ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ തിരിച്ച് കയറി വരും. അത് അങ്ങനെ വന്നിട്ടുള്ളൂ ഞാൻ. അതിൻ്റെ വിശ്വാസമാണ്, എനിക്ക് പറ്റും, ദൈവം എൻ്റെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുമല്ലേ, ഇത് എന്നെ മനസ്സിലാക്കുന്ന ഒരു 50% ജനങ്ങളുണ്ടെങ്കിൽ അവരും എൻ്റെ കൂടെ